ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. ഇനി ഇമെയിൽ വിലാസം എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാം. ഗൂഗിൾ പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു. പഴയ ജിമെയിൽ ID മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഗൂഗിൾ പുത്തൻ ഫീച്ചർ അവതരിപ്പിച്ചു. @gmail.com മുന്നിലുള്ള ആദ്യ ഭാഗം ഇനി ഉപയോക്താക്കൾക്ക് നേരിട്ട് എഡിറ്റ് ചെയ്യാം. 2026 ജനുവരി 17 മുതൽ ഈ സൗകര്യം ആഗോളതലത്തിൽ ലഭ്യമായി തുടങ്ങി. ജിമെയിലിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രാഥമിക ഇമെയിൽ വിലാസം മാറ്റാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നത്. ഇതോടെ പുതിയൊരു ഇമെയിൽ അക്കൗണ്ട് തുടങ്ങുന്നതിന് പകരം നിലവിലുള്ള വിലാസം തന്നെ പരിഷ്കരിക്കാൻ സാധിക്കും. ഇമെയിൽ വിലാസം മാറ്റുമ്പോൾ പഴയ സന്ദേശങ്ങൾ, കോൺടാക്റ്റുകൾ, ഫോട്ടോകൾ, ഡ്രൈവ് ഫയലുകൾ എന്നിവ നഷ്ടപ്പെടുമെന്ന ആശങ്ക വേണ്ടെന്ന് ഗൂഗിൾ ഉറപ്പു നൽകുന്നു. ഉപഭോക്താവിന്റെ വിവരങ്ങളെല്ലാം സുരക്ഷിതമായി പുതിയ വിലാസത്തിലേക്ക് മാറ്റപ്പെടും. ഘട്ടം ഘട്ടമായാണ് ഈ ഫീച്ചർ ഉപയോക്താക്കൾക്ക് ലഭ്യമാകുന്നത്. പഴയ വിലാസം മാറ്റുന്നതോടെ കൂടുതൽ പ്രൊഫഷണലായ ഇമെയിൽ ഐഡികൾ സ്വന്തമാക്കാൻ ഇത് ലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കും. ഈ സൗകര്യത്തിന് ഗൂഗിൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തവണ ഇമെയിൽ വിലാസം മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഒരു വർഷത്തേക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. കൂടാതെ ഒരു അക്കൗണ്ടിന്റെ ആയുഷ്കാലത്ത് പരമാവധി 3 തവണ മാത്രമേ ഇത്തരത്തിൽ വിലാസം തിരുത്താൻ അനുവാദമുള്ളൂ. അതിനാൽ പുതിയ വിലാസം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഗൂഗിൾ നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ കിയ സിറോസ് ഇന്ത്യൻ വിപണിയിലെത്തി. ഒട്ടേറെ സവിശേഷതകളുമായി കിയ പുതിയ മോഡൽ ഉപഭോക്താക്കൾക്കായി പുറത്തിറക്കിയത്. പെട്രോൾ, ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമായ പുതിയ കിയ സിറോസ് HDK വിപണിയിലെത്തി. 2026 കിയ സിറോസ് HDK EX പെട്രോൾ വേരിയന്റിന് 9,89,000 രൂപയും ഡീസൽ പതിപ്പിന് 10,63,900 രൂപയുമാണ് എക്സ് ഷോറൂം വില. 2026 കിയ സിറോസ് HDK വേരിയന്റിൽ LED DRLകൾ, LED ഹെഡ്ലാമ്പുകൾ, LED ടെയിൽ ലാമ്പുകൾ, R16 അലോയ് വീലുകൾ, ഒരു ഇലക്ട്രിക് സൺറൂഫ്, സ്ട്രീംലൈൻഡ് ഡോർ ഹാൻഡിലുകൾ എന്നിവയുണ്ട്. പുതിയ കിയ സിറോസ് നിരയിൽ 120 bhp, 172 Nm എന്നീ 2 എഞ്ചിൻ ഓപ്ഷനുകളുണ്ട്. 1.0 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ, 116 bhp, 250 Nm, 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസലിന് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് എന്നിവയുമുണ്ട്. പെട്രോൾ എഞ്ചിനിൽ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലഭ്യമാണ്. ഡീസൽ വേരിയന്റിന് ഓപ്ഷണൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ അഫോർഡബിൾ സ്മാർട്ട് ഫോണുമായി ലാവ ജനുവരി 19 ഇന്ത്യൻ വിപണിയിലെത്തും. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ലാവ പുതിയ അഫോർഡബിൾ ഫോൺ പുറത്തിറക്കുന്നു. ലാവ ബ്ലേസ് ഡുവോ 3 എന്നാണ് ഈ ഫോണിന്റെ പേര്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോണിൽ ലാവ ബ്ലേസ് ഡുവോ 3 ഫോണിന്റെ ഡിസൈൻ കമ്പനി പുറത്തുവിട്ടു. ജനുവരി 19 ലാവ ബ്ലേസ് ഡുവോ 3 ലോഞ്ച് ചെയ്യുക. ഫ്ലാറ്റ് പാനലാണ് ഫോണിന്റെ പിൻവശത്തിന് നൽകിയിരിക്കുന്നത്. ക്യാമറ മൊഡ്യൂളിനോട് ചേർന്ന് മറ്റൊരു റിയൽ പാനൽ കൂടിയുണ്ട്. ഇതിൽ ക്ലോക്കിന് സമാനമായ ഡിസൈൻ നൽകിയിരിക്കുന്നതായി ലാവ ബ്ലേസ് ഡുവോ 3യുടെ ടീസറിൽ കാണാം. ഈ രണ്ടാം റിയർ ഡിസ്പ്ലേ വഴി നോട്ടിഫിക്കേഷനുകൾ അറിയാനും പാട്ടുകൾ പ്ലേ ചെയ്യാനും റിയർ ക്യാമറ ഉപയോഗിച്ച് സെൽഫികൾ എടുക്കാനും ചില ആപ്പുകളെങ്കിലും പ്രവർത്തിപ്പിക്കാനും കഴിയുമെന്നാണ് സൂചന. ഇരട്ട ക്യാമറ സംവിധാനം ഫോണിലുണ്ടാകും. ഇതിലൊരു ക്യാമറയെങ്കിലും 50 മെഗാപിക്സലിൻ്റെതായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. വെർട്ടിക്കലായാണ് ക്യാമറ ലെൻസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 8 MP സെൽഫി ക്യാമറ. ലാവ ബ്ലേസ് ഡുവോ 3യിൽ 6.6 ഇഞ്ച് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഉണ്ടാവുക. 1000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ സ്ക്രീനിന് പ്രതീക്ഷിക്കുന്നത്. 1.6 ഇഞ്ചാണ് സെക്കൻഡറി റിയർ സ്ക്രീനിന്റെ വലിപ്പം. മീഡിയടെക് ഡയമണ്ട് 7060 ചിപ്സെറ്റിൽ 6 GB റാമും 128 GB UFS 3.1 സ്റ്റോറേജുമായി സംയോജിപ്പിച്ചാണ് ലാവ ബ്ലേസ് ഡുവോ 3 തയ്യാറാക്കിയിരിക്കുന്നത്. 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.